നമസ്കാരം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അയ്യന്തോൾ ഏരിയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സഖാവ് സിന്ധു PB സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. സഹകരണ മേഖലയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നാണ് സഖാവ് വിരമിക്കുന്നത്. സഖാവിനെ ഞാൻ പരിചയപ്പെടുന്നത് 4 വർഷം മുമ്പാണ്. അത് ഞാൻ അയ്യന്തോൾ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അന്നു മുതൽ സഖാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി സംഘടനാ രംഗത്തും ഒപ്പം തന്നെ കലാ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിപ്പോകുന്ന ഒരു സഖാവാണ്. സംഘടനാ രംഗത്ത് സംഘടനയുടെ പല പ്രവർത്തനങ്ങളിലും സഖാവ് കൃത്യമായി ഇടപെട്ടു പോയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും അല്ലാതെയും ഒക്കെ തന്നെ കൃത്യമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെയേറെ പിന്തുണയാണ് അയ്യന്തോൾ ഏരിയയ്ക്ക് സഖാവ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കലാമേഖല പരിശോധിച്ചു കഴിഞ്ഞാൽ അയ്യന്തോൾ ഏരിയ കഴിഞ്ഞ 2 കൊല്ലമായി കലോത്സവവുമായി ബന്ധപ്പെട്ട് കിരീടം നേടിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുവാൻ സഖാവിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യക്തി എന്നുള്ള നിലയിലും എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുവാൻ സഖാവ് ശ്രമിക്കുന്നു എന്നുള്ള സഖാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എല്ലാവരുമായും കൃത്യമായി ഇടപെടുകയും അവരോട് നമ്മുടെ കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ വ്യക്തിബന്ധങ്ങൾ പരിരക്ഷിച്ചു പോകുന്നതിന് സഖാവ് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. സഖാവിൻ്റെ സേവനം ഇനിയും ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ് സംഘടന സഖാവിനെ സാംസ്കാരിക വേദിയുടെ ചെയർമാനാക്കി ഈ സമ്മേളന കാലത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും സഖാവിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സംഭാവനകൾ ഇതുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവീസിൽ നിന്നും വിരമിക്കുന്ന സഖാവ് സിന്ധു PBക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. സഖാവ് സിന്ധു ഞങ്ങൾ സഹപാഠി കൂടിയാണ്. JDC ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നീട് സിന്ധു പഞ്ചായത്തിൽ ക്ലർക്കായി ജോലി പ്രവേശിച്ചു. സഹനവകുപ്പിൽ ഞങ്ങൾ ഒരുമിച്ചാണ് സർവീസിൽ പ്രവേശിച്ചത് 2000. സിന്ധു തൃശ്ശൂർ ജില്ലയിലും ഞാൻ മലപ്പുറം ജില്ലയിലുമായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിൽ എയർ ഓഫീസിലെ ഇൻസ്പെക്ടറായിട്ടാണ് സിന്ധു ജോലി പ്രവേശിക്കുന്നത്. സഹകരണ മേഖലയിൽ ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് ഏറെ ജോലി തിരക്കുകളുടെ ഇടയിലും കലാ സാംസ്കാരിക മേഖലയിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് സഖാവ് സിന്ധു. കഥയായും കവിതയായും സാംസ്കാരിക മേഖലകളിലെ ക്യാമ്പുകളിലായാലും സിന്ധുവിൻ്റെ ഇടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരിക മേഖല പ്രവർത്തനത്തിനോടൊപ്പം തന്നെ സർവീസ് രംഗത്തെ സംഘടനാ രംഗത്തും തൻ്റെതായ ഇടം കണ്ടെത്തിയ ഒരാൾ കൂടിയാണ് സിന്ധു. ഒരു സ്ത്രീ എന്നൊരു പരിമിതിയില്ലാതെ തന്നെ തൻ്റെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ കഴിവ്. അപ്പോൾ വളരെ ഫ്രാങ്കായിട്ട് വളരെ പോസിറ്റീവായിട്ട് ഇടപെടാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നത് തന്നെയാണ് സിന്ധുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കഴിവ്. ഇന്നിപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ സഖാവിന്, പ്രിയ സഹപ്രവർത്തകയ്ക്ക്, പ്രിയ സഹപാഠിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. റിട്ടയർമെന്റ് ലൈഫിൽ ചേച്ചിക്ക് കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുവാനും പിന്നെ കൂടുതൽ ഊർജ്ജസ്വലയായി പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മാസം 31-ാം തീയതി മെയ് മാസം 31-ന് സിന്ധുജി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വില പറയാണ്. അപ്പോൾ സിന്ധുജിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരു സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ വനിതാ സെക്രട്ടറിയാണ് സിന്ധുജി. അപ്പോൾ സിന്ധുജി ഔദ്യോഗിക ജീവിതത്തിലിരിക്കുമ്പോൾ തന്നെ മറ്റ് മേഖലകളിൽ സാംസ്കാരിക മേഖലയായാലും അതുപോലെ തന്നെ മറ്റ് കലാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിലായാലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിലായാലും വളരെ മികച്ച രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ് സിന്ധുജി. ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞാൽ തന്നെ ഒരിക്കലും വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന ആളല്ല. വിവിധ മേഖലകളിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ തന്നെ
വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഔദ്യോഗിക റിട്ടയർമെൻറ്റ് മാത്രമാണ്. ഇത് സിന്ധിച്ചിട്ട് എല്ലാ കഴിവുകളും പൊതു അറിവിലേക്ക് വേണ്ടിയിട്ട്, പൊതു ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആളുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ ഈ സ്ത്രീകളെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഹായ് സിന്ധേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? റിട്ടയർ ആവാന്ന് അറിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ പരിപാടികളും ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഇളയമ, സഹകരണ വകുപ്പിൽ നിന്നും നീണ്ട 27 വർഷത്തെ നിസ്തുലമായ സേവനത്തിനു ശേഷം ഡെപ്യൂട്ടി രജിസ്ട്രാറായി വിരമിക്കുകയാണ്. എല്ലാവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, വലുപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കാനുള്ള മനസ്സ്, ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും വളരെ മനോഹരമായി ചെയ്തു തീർക്കുന്നതിനുള്ള അർപ്പണ മനോഭാവവും കർമ്മനിഷ്ഠയുമാണ് ഇളമയുടെ മുഖമുദ്ര. റിട്ടയർമെന്റ്, വിരമിക്കൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്രമ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇളയമയെ സംബന്ധിച്ചിടത്തോളം പുതിയ പല കാര്യങ്ങളിലേക്കുള്ള കാൽവയ്പ്പാണ്. വായനയിലും എഴുത്തിലും ചിത്രകലയിലും ശില്പകലയിലും ഇതിനോടകം തൻ്റെ കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണ് ഇളയമ്മ. അതുകൊണ്ട് തന്നെ തനിക്കിഷ്ടപ്പെടുന്ന മേഖലയിൽ കൂടുതൽ സന്തോഷത്തോടുകൂടി കൂടുതൽ സമയം വ്യാപൃതയാകാൻ ഇളയമ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് ഇന്ന് ഈ 31/5 വിരമിക്കുന്ന സിന്ധു മാഡം തലപ്പള്ളി ഏഴായിരിക്കുമ്പോൾ അതിൻ്റെ കീഴിൽ കടവല്ലൂർ സംസ്ഥാന ബാങ്ക് ഞാൻ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു സാറ് എല്ലാം കൊണ്ടും നല്ലൊരു ഉദ്യോഗസ്ഥയായിരുന്നു. കൂടാതെ നമ്മുടെ എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം സഹകരിക്കാറുണ്ട്. നമ്മുടെ സഹകരണ വാരാഘോഷത്തിൽ പെരുങ്കണ്ടൂർ സർവീസ് ബാങ്കിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ബാങ്കിൻ്റെ നാടൻ പാട്ടായിരുന്നു അവതരിപ്പിച്ചത്. ആ നാടൻ പാട്ട് നമ്മൾ അവതരിക്കുമ്പോൾ സ്റ്റേജിൽ ഞങ്ങളോടൊപ്പം കയറി ഞങ്ങളോടൊപ്പം തന്നെ നൃത്തം ചെയ്യാനും ആ സ്റ്റേജ് മുഴുവൻ ഇളക്കി മറിക്കാൻ സാറൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ എല്ലാ പരിപാടികളിലും ഞങ്ങൾക്ക് പ്രചോദനം തരാറുണ്ട്. നല്ലൊരു എഴുത്തുകാരിയാണ്. പുസ്തകങ്ങൾ നന്നായിട്ട് എഴുതാറുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ട് ഗോപി സാർ ഉദ്ദേശിച്ച പോലെ തന്നെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി തീരട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും സാറിന് വേണ്ടി നേരുന്നു. ഏത് നേരത്തും പുഞ്ചിരിക്കുന്നൊരു മുഖം മാത്രമാണ് സാറിനുള്ളത്. അതെന്നും നിലനിന്നുകൊണ്ട് ഭാവി ജീവിതം ഭാസുരമായി തീരട്ടെ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും മാത്രമേ റിട്ടയർമെൻ്റ് ഉള്ളൂ. മറ്റുള്ള എല്ലാ മേഖലകളിലും അവനവൻ്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ടതാണ്. അതുപോലെ പ്രകടിപ്പിച്ച് മുന്നേറുവാൻ സാറിന് വേണ്ടി എല്ലാവിധ ഭാവങ്ങളും നേരും. സിന്ധുച്ചി ഈ മെയ് 31 റിട്ടയർഡ് ആവുകയാണ്. സിന്ധുച്ചിയായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് സിന്ധുച്ചിയുടെ ഹസ്ബൻഡ് ഗോപിയേട്ടൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നീട് അത് അവരുടെ ഫാമിലിയായിട്ട് തന്നെ വളരെ അടുത്ത ബന്ധമാണ്. എൻ്റെ ഫാമിലിയായിട്ട് വളരെ അടുത്തൊരു ബന്ധമാണ്. അവരുടെ കലാസമിതിയായിട്ട് പുരുഷ സഹായ സംഘമൊക്കെ ആയിട്ട് വളരെ അടുത്ത് ഇടപെടാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. സിന്ധുച്ചിയുടെ മക്കളെ മോണക്ട് പഠിപ്പിക്കാൻ ഞാനാണ് മോണക്ട് പഠിപ്പിക്കാറ്. അതുപോലെ തന്നെ അവരുടെ കലാസമിതിയിൽ മാജിക് അവതരിപ്പിക്കാനും നാടകം പരിപാടിയും ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്. സിന്ധുച്ചി എനിക്കറിയാവുന്നിടത്തോളം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിന്ധുച്ചി പുസ്തകം രചിച്ചിട്ടുണ്ട്, ചെറുകഥാകൃത്താണ്, എല്ലാം അറിയാം. അതോടൊപ്പം തന്നെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് സിന്ധുച്ചി. എൻ്റെ അടുത്ത് ഓഫീസിൽ തന്നെ ഒരു ഫംഗ്ഷന് മോണക്ട് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഇടപെടണമെന്നും അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് സിന്ധുച്ചി. ഇനി ഈ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടാൻ സിന്ധുച്ചിക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം ഇത്രയും ഒരു മനസ്സുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അടങ്ങി ഇരിക്കാൻ കഴിയുന്ന അല്ല.
അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അരിമ്പൂരിലും തൃശ്ശൂരിലും ഒക്കെ ആയിട്ടുള്ള കലാ സാംസ്കാരിക രംഗത്തെല്ലാം സജീവമായിട്ട് സിന്ധിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കൂടുതൽ എഴുത്തിൻ്റെ മേഖലകളിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ സിന്ധിച്ചിയുടെ രചനയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി റിട്ടയർമെൻറ്റ് ലൈഫ് എല്ലാവിധ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടെ സജീവമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സിന്ധു എൻ്റെ കസിൻ സിസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ. അതിലുപരി പക്ഷേ വളരെ അടുത്ത സുഹൃത്താണ്. ചെറുപ്പം തൊട്ടേ ഞാൻ അവരെന്നെയും കാത്തിരിക്കുന്ന കാലങ്ങളായിരുന്നു വെക്കേഷനൊക്കെ. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ഇപ്പുറം ഞങ്ങൾ വിവാഹിതരായപ്പോഴും ഞങ്ങളുടെ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ആത്മബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം എത്ര ചെറുതായാലും എത്ര വലുതായാലും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സിന്ധുവിനെ പറ്റി പറയുകയാണെങ്കിൽ സിന്ധു എപ്പോഴും ഒരു പോസിറ്റീവ് പേഴ്സണാണ്. ഇത്തിരി നേരം അവളുടെ അടുത്തിരുന്നാൽ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് കിട്ടുക. ഇനിയിപ്പം വിശ്രമജീവിതം എന്ന് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല, കാരണം അവൾ വളരെ ആക്റ്റീവാണ്. അപ്പോൾ വിശ്രമജീവിതം, അതായത് ജോലി കഴിഞ്ഞിട്ടുള്ള ഈ അവസരം വളരെ നന്നായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. സ്വയം സഹായ സംഘത്തിന്റെ ആജീവനാന്ത പ്രസിഡന്റായിരുന്ന VG ഗോപിയുടെ ഭാര്യ സിന്ധു ഗോപി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഈ മാസം വിരമിക്കുകയാണ്. അവരുടെ ഭാവി ജീവിതം ശോഭനമാവട്ടെ എന്ന് സംഘത്തിന്റെ വക ആശംസകൾ അറിയിക്കുന്നു. അവരുടെ സംഘം ഫ്രണ്ട്സ് വനിതാ വേദിയിലും തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും വളരെ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഇപ്പോൾ ആശംസിക്കുന്നു. എല്ലാമായിരുന്ന ഗോപിയുടെ ഭാര്യ സിന്ധു ഗോപി ഈ മാസം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുക എന്ന് വെച്ചാൽ എല്ലാം ഇവിടെ തീർന്നു എന്നല്ല. ഇനിയും ഒരുപാട് വഴികൾ അവരുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അവർ എല്ലാ മേഖലകളിലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചിക്ക് എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിക്കുന്നു. സഹകരണ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാറായി വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയ സിന്ധു ചേച്ചിക്ക് റിട്ടയർമെന്റ് ലൈഫ് ശോഭനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിന്ധു ചേച്ചിക്ക് റിട്ടയർമെന്റ് ജീവിതം സന്തോഷവും ആനന്ദവുമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വെള്ളച്ചാട്ടം. വെറുതെ ജീവിച്ചു പോവുകയാണെങ്കിൽ ഞാൻ വെറുമൊരു നീർച്ചാലാക്കും. ഈ സമതലങ്ങളിലൂടെ തട്ടും തടയുമില്ലാതെ മിണ്ടാതെ പറയാതെ ഒരു മൗനിയായി ഞാൻ ഒഴുകിത്തീരും. എന്നാൽ എന്നിൽ നീ കൊണ്ടു തള്ളുന്ന ഈ ഉരുളൻ പാറകൾ, കരിമ്പാറക്കൂട്ടങ്ങൾ, താഴ്ചകൾ, വളവുകൾ, ഈ പ്രതിബന്ധ പണ്ടാരങ്ങൾ, ഇവയെ ഞാൻ ചവിട്ടിയും മെതിച്ചും തുള്ളിയും കുതിച്ചും ചാഞ്ഞൊഴുകിയും ചെരിഞ്ഞൊഴുകിയും ചാടി മറികടന്ന് ചിരിച്ചുല്ലസിച്ച് വിജയിച്ചഹങ്കരിച്ച് കടന്നു വരുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ ഞാൻ സുന്ദരിയാകും. ക്രിയാത്മകമായ ഒട്ടേറെ കഴിവുകൾ ഉണ്ടായിട്ടും കുടുംബാന്തരീക്ഷങ്ങളെ തളച്ചിട്ടപ്പെട്ടതും അല്ലെങ്കിൽ ഓഫീസിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയതുമായ ഒരുപാട് സ്ത്രീകളുടെ നിരാശയും അമർഷവും നമുക്ക് ഈ കവിതയിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് തനിക്കാവും വിധം മുഖ്യധാരയിൽ ഇറങ്ങിച്ചെല്ലാനും സ്വയം തെളിയിക്കാനും ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹത്തിന് ഈ കവിത പ്രചോദനമാകുന്നുണ്ട്. വെറുതെ ജീവിച്ചു പോകുകയാണെങ്കിൽ ഞാൻ വെറുമൊരു നീർച്ചാലാകും. ഈ സമതലങ്ങളിലൂടെ തട്ടും തടയുമില്ലാതെ മിണ്ടാതെ പറയാതെ ഒരു മൗനിയായി ഞാൻ ഒഴുകിത്തീരും. എന്നാൽ എന്നിൽ നീ കൊണ്ടു തള്ളുന്ന ഈ ഉരുളൻ പാറകൾ, കരിമ്പാറക്കൂട്ടങ്ങൾ, താഴ്ചകൾ, വളവുകൾ, ഈ പ്രതിബന്ധ പണ്ടാരങ്ങൾ, ഇവയെ ഞാൻ ചവിട്ടിയും മെതിച്ചും തുള്ളിയും കുതിച്ചും ചാഞ്ഞൊഴുകിയും ചെരിഞ്ഞൊഴുകിയും ചാടി മറികടന്ന് ചിരിച്ചുല്ലസിച്ച് വിജയിച്ചഹങ്കരിച്ച് കടന്നു വരുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ ഞാൻ സുന്ദരിയാകും. ക്രിയാത്മകമായ ഒട്ടേറെ കഴിവുകൾ ഉണ്ടായിട്ടും കുടുംബാന്തരീക്ഷങ്ങളിൽ തളച്ചിട്ടപ്പെട്ടതും അല്ലെങ്കിൽ ഓഫീസിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയതുമായ ഒട്ടേറെ സ്ത്രീകളുടെ നഷ്ടബോധവും അമർഷവും നമുക്ക് ഈ കവിതയിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് തനിക്കാവും വിധം മുഖ്യധാരയിൽ ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹത്തിന് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഈ കവിത പ്രചോദനം തരുന്നുണ്ട്. സിന്ധു അരിമ്പൂരിൻ്റെ തയ്യൽ മെഷീൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത കനൽ വഴികൾ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. എരിയുന്ന കനലുകൾ ചിതറുന്ന വഴികളിൽ അരുതേ നലറുന്നൊരമ്മ, കുഴിയുന്ന ഇതളുകൾ
കാതോർത്തു ഭൂമിതൻ നെഞ്ചിടിപ്പറിയുന്ന കാലം. എരിയുന്ന കനലുകൾ ചിതറുന്ന വഴികളിൽ അരുതേ എന്നലറുന്നൊരമ്മ. കൊഴിയുന്ന ഇതളുകൾ കാതോർത്തു ഭൂമിതൻ നെഞ്ചിടിപ്പറിയുന്ന കാലം. എവിടെയാണീ രക്തതാരകം പൂത്തൊര നിണമണം വീശുന്ന വീതി? അവിടെയാണെന്നും എൻ കൂട്ടുകാരൻ നിന്നു ജ്വാലയായി കത്തുന്ന വേദി. എവിടെയാണീ രക്തതാരകം പൂത്തൊര നിണമണം വീശുന്ന വീതി? അവിടെയാണെന്നും എൻ കൂട്ടുകാരൻ നിന്നു ജ്വാലയായി കത്തുന്ന വേദി. അധികാരഹസ്തക്കറ പുരട്ടി നാട്ടിൽ തെളിമകളൊക്കെ നശിക്കേ. അറുകൊല്ലമാരണ ദുഷ്പ്രഭുത്വങ്ങളിൽ അവനിയിലാകെ പരക്കേ. അറുകൊല്ലമാരണ ദുഷ്പ്രഭുത്വങ്ങളിൽ അവനിയിലാകെ പരക്കേ. എരിയുന്ന കനലുകൾ ചിതറുന്ന വഴികളിൽ അരുതേ എന്നലറുന്നൊരമ്മ. കൊഴിയുന്ന ഇതളുകൾ കാതോർത്തു ഭൂമിതൻ നെഞ്ചിടിപ്പറിയുന്ന കാലം. കൊഴിയുന്ന ഇതളുകൾ കാതോർത്തു ഭൂമിതൻ നെഞ്ചിടിപ്പറിയുന്ന കാലം. താങ്ക് യു. സുഹൃത്തുക്കളെ, ഞാനിവിടെ ഒരു ആശംസ നേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ചാക്കോ ഡി അന്തിക്കാട്. നാടകം, ഡോക്യുമെൻ്ററി, മ്യൂസിക്കൽ ആൽബം അങ്ങനെയുള്ള കുറേ ഇതിൻ്റെ രചനയും സംവിധാനവും ചെയ്യുന്ന ആളാണ്. നാടകകൃത്താണ്, നടനാണ്, സംവിധായകനാണ്, ക്രിട്ടിക്കാണ്. അങ്ങനെ സിന്ധു ഗോപി എന്ന് പറയുന്ന എൻ്റെ കുടുംബ സുഹൃത്ത് കഴിഞ്ഞ 27 വർഷമായിട്ട് സഹകരണ സംഘം മേഖലയിൽ പല ഇടത്തായിട്ട് പ്രവർത്തിച്ച് റിട്ടയർ ചെയ്യുന്ന സുഹൃത്താണ് സിന്ധു ഗോപി. അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് തലപ്പള്ളി താലൂക്കിൽ കുറേ കാലം വർക്ക് ചെയ്തതിനു ശേഷമാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് പ്രൊമോഷനോടുകൂടി തൃശ്ശൂർ വന്ന് തൃശ്ശൂരിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് ഈ മെയ് 31 സിന്ധു ഗോപി റിട്ടയർ ചെയ്യുന്നത്. എനിക്കറിയാം, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഒരു വ്യക്തിയാണ്. വളരെ ക്രിയേറ്റീവ് എനർജിയുള്ള, ക്രിട്ടിക്കൽ ആയുള്ള, നന്നായിട്ട് കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ് സിന്ധു ഗോപി. ഗോപി എന്ന് പറയുന്നത് കേരളവർമ്മ കോളേജിലെ സഖാവാണ് സിന്ധുവിൻ്റെ ഹസ്ബൻഡ്. എനിക്കറിയാം, ഫാമിലിയായിട്ട് നേരത്തെ അറിയുന്നതാണ്. പൊളിറ്റിക്കലി വളരെ പ്രോഗ്രസീവായിട്ടുള്ള ലെഫ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന ആ വ്യക്തികളാണ്. സിന്ധുവിനറിയാം, സിന്ധുവിൻ്റെ സിസ്റ്റർ ബിന്ദുവിനറിയാം. കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് നല്ല പരിചയമാണ്. 90കൾക്ക് മുതലുള്ള പീരീഡുകൾ കേരളവർമ്മയിലൊക്കെ ഒരു പഠിക്കുന്ന കാലത്ത് എൻ്റെ വൈഫ് ശ്രീജ കേട്ടി, ഡോക്ടർ ശ്രീജ കേട്ടിയായിട്ടൊക്കെ നേരത്തെ ബന്ധമുള്ളവരാണ്. മുരളി മേനോൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന രാംദാസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള സ്ഥാപനത്തിലാണ് ഇവരൊക്കെ വരിക. ഈ ബിന്ദുവൊക്കെ വരുന്നു, അങ്ങനെയാണ് ബന്ധം. തീർച്ചയായിട്ടും ഇവരുടെ അവണിശ്ശേരിയാണ്, നമ്മുടെ മുല്ലനേഴിയുടെ നാടായിട്ടുള്ള അവണിശ്ശേരിയാണ് ഇവരുടെ വീട് ശരിക്ക്. അപ്പോൾ അന്നേ മുതൽ അറിയാം സിന്ധുവിനേക്ക്. സിന്ധുവായിട്ട് കുറച്ചും കൂടി കൂടുതൽ അടുത്തറിയുന്നത് പ്രളയം അതിജീവനം സഹകരണ പ്രസ്ഥാനത്തിലൂടെ എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററി 2019 ചെയ്യുന്നു. അത് എൻ്റെ ഒരു നടനായ ശ്രീധർ എന്ന് പറയുന്ന കക്ഷിയുണ്ട് പഴയന്നൂരുള്ള. പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്നൊരു ഡോക്യുമെൻ്ററി ചെയ്യണം, പ്രളയം അതിജീവന സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ്. തലപ്പള്ളി താലൂക്കിലെ മൊത്തം ഈ സഹകരണ സംഘം പണിത് കൊടുത്ത 35 വീടുകളിലൂടെ പോകണം, 10-15ഓളം സഹകരണ സംഘങ്ങളിലൂടെ പോകണം, അവരുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റാണ്. 15 ദിവസമേ ഉള്ളൂ കയ്യിൽ. ഡിസംബർ 1 വിളിക്കുന്നു, ഡിസംബർ 6 മുതൽ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നു. വടക്കാഞ്ചേരി റെസ്റ്റ് ഹൗസ് എടുത്ത് ചെയ്യുന്നു. ടിറ്റോ ഫ്രാൻസിസ് നമ്മുടെ എഡിറ്റർ അവിടെ ഉണ്ട്. ക്യാമറ രമേഷ് കുമ്പിടി ഒരു ഞാൻ കൊണ്ടുവരുന്നു. എല്ലാം പാക്കഡാണ്.
റെസ്റ്റ് ഹൗസിലിരിക്കുന്നു, സൈലോ വണ്ടി വരുന്നു, ശ്രീധറും കോർഡിനേറ്ററും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു രാവിലെ 5-5:30 മുതൽ ഷൂട്ട് തുടങ്ങുന്നു, രാത്രി 10 മണി വരെ ഷൂട്ട്, എഡിറ്റിംഗ്, അങ്ങനെ പോകുന്നു. അപ്പോൾ അതൊരു വലിയ പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ഞാൻ ചെല്ലുമ്പോഴാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് ശ്രീധരനെ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് സിന്ധു ഗോപിയുടെ മുമ്പിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോഴാണ് നമ്മൾ ഇത്ര കാലത്തെ ബന്ധമല്ലേ. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അവരതിന് കവിത എഴുതുന്നു, അതിൻ്റെ നരേഷൻ സ്ക്രിപ്റ്റ് സിന്ധു ഗോപിയാണ് ചെയ്യുന്നത്. അതിലെ കവിതകളും അവരുടെ തന്നെ രചനയാണ്. അത് കമ്പോസ് ചെയ്തൊക്കെ മനോഹരമായിട്ടൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രളയം അതിജീവന സഹകരണ പ്രസ്ഥാനത്തിലൂടെ എന്നുള്ളത് അതിൻ്റെ BGM ജയാനന്ദൻ ചേതനയാണ് ചെയ്തത്. അതിൻ്റെ വിഷ്വൽ ഡയറക്ഷൻ ഞാനാണ്. 1 മണിക്കൂറോളം ഉണ്ട്. കെ രാജൻ അന്ന് ചീഫ് വിപ്പായിരുന്നു. ഡിസംബർ 16-ാം തീയതി 20-ാം തീയതി മറ്റോ ആയിട്ടാണത്, 19-നോ മറ്റോ തോന്നും. പെട്ടെന്ന് കുന്നംകുളത്ത് വെച്ച് അതിൻ്റെ റിലീസിങ് നടക്കുന്നു, DVD പ്രകാശനം നടക്കുന്നു. 2-3 സ്ഥലത്ത് ഷോ ചെയ്യുന്നു. പിന്നെ ജോൺ അബ്രഹാം അവാർഡിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ജൂറി അവാർഡ് നമുക്കത് പിന്നീട് ദേവസൂര്യ ഫിലിം സൊസൈറ്റി പാവർട്ടി ഒരു അവാർഡ് വരുന്നു. അങ്ങനെയാണ് ആ ബന്ധം വരുന്നത്. പിന്നീട് അവളുടെ പുസ്തകം ഇറങ്ങുന്നു. അവളുടെ പുസ്തകത്തിന് തയ്യൽ മെഷീൻ എന്ന് പറയുന്ന പുസ്തകമാണ്. തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് കവിതാ സമാഹാരമാണ്. അത് തൃശ്ശൂർ വയ്ക്കുന്നു. അതിൻ്റെ കൂടെ ഞാനും ചെല്ലുന്നു, ആശംസ കൊടുക്കുന്നു. നല്ല മനോഹരമായ കവിതകളാണ്. അതിനകത്ത് ആമ ബേസ് ചെയ്ത് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന, സ്നാപ്പൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുന്ന കവിതകളുണ്ട് അതിനകത്ത്. അന്ന് വീണ്ടും പ്രളയാതിജീവനം അവിടെ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കഥാസമാഹാരം ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഫോർ എ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള കഥാസമാഹാരമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കവിതാ സമാഹാരം. പിന്നെ തിരുവാണി എന്ന് പറഞ്ഞൊരു നോവല് സിന്ധു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ തലത്തിൽ ഭയങ്കര പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അവർ റിട്ടയർ ചെയ്യാണ്. മെയ് 31-നാണ്. 23-ന് ഒഫീഷ്യലായിട്ട് ഒരു റിസപ്ഷനൊക്കെ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു കൂടിച്ചേരൽ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ പർപ്പസ് ഇവരുടെ കുടുംബ ബന്ധങ്ങൾ, എൻ്റെ ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധവും, ഏറ്റവും കൂടുതൽ ഈ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ഒരുപാട് നോവലുകളും കഥകളും കവിതകളും ഇനിയും എഴുതട്ടെ. പല കവിതകളും ഞാൻ ആക്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഓസ്കാർ സൈജോ സിന്ധു ഗോപിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ വീഡിയോ സബ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ ചാക്കോടി എൻഡിക്കാട്. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ് സിന്ധു. ഗോ അഹെഡ് വിത്ത് ക്രിയേറ്റീവ് എനർജി ആൻഡ് ബി ഇമോർട്ടൽ ആൻഡ് എറ്റേണൽ ഇൻ ടൈം. കാലത്തിൽ അനശ്വരത, അതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഒറ്റയ്ക്ക് പറയാം. കാലത്തിൽ അനശ്വരമായി തീരുക എന്നുള്ളതാണ്. നമ്മൾ ഈ വെർട്ടിക്കലിൽ അനശ്വരരാകുക, ഹൊറിസോണ്ടലിൽ ജീവിച്ചു കഴിഞ്ഞ് നമ്മൾ പോയാലും പിന്നീട് നമ്മുടെ ക്രിയേറ്റിവിറ്റി മാത്രമാണ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.